പിടിച്ചോ. എവിടെ സ്ഥലം എവിടെ? ഇത് ഇവര് മിനിക്കോയ് ദ്വീപിലുള്ളതാണ്. പക്ഷെ ഇവരുടെ ID പ്രൂഫും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. മിനിക്കോയ് എന്ന് പറഞ്ഞാൽ മറ്റേ ദ്വീപ് ലക്ഷദ്വീപ് മിനിക്കോയ്. ഏറ്റവും നല്ല ദ്വീപാണ്. ഞാനിപ്പോ നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ള, അത് നമ്മൾ വെറുതെ പറയുന്നതല്ല, ബൈക്കിന്റെ അടുത്ത് യൂസർ ബൈക്സിൽ സെയിൽസ് ഉള്ള ബൈക്ക് മാർട്ട് കൊച്ചിയിലാണ്. കേരളം തിരുവനന്തപുരം ടു കാസർഗോഡ് എല്ലായിടത്തും നമുക്ക് ലോൺ അവൈലബിൾ ആണ്. അതും 5000 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്കിവിടെ വണ്ടി ഇറക്കാം. 20,000 രൂപ മുതൽ ഡൗൺ പേയ്മെന്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ബുള്ളറ്റ് ഇറക്കാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ ജസ്റ്റ് കൊച്ചിയിലൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്ക്, നല്ല വണ്ടികളുണ്ടായിരിക്കും. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുക്കാന്നുള്ളത്. ഞാനിതിന്റെ ലൊക്കേഷൻ പറഞ്ഞുതരാം. കൊച്ചി JNL സ്റ്റേഡിയത്തിന്റെ തൊട്ടിപ്പുറത്താനായിട്ട് മെട്രോയുടെ പില്ലർ നമ്പർ 550 തൊട്ട് മുന്നിൽ തന്നെയാണ് ബൈക്ക് മാർട്ട്. റോഡ് സൈഡിൽ തന്നെയാണ്. മെട്രോയുടെ പില്ലർ നമ്പർ 550 മുന്നിൽ. 2015 മോഡൽ ക്ലാസിക് ബുള്ളറ്റ് ആണ്. അലോയിലാണ്. അലോയിലൊക്കെ നല്ല ഏകദേശം ഒരു 20,000 എബവ് വരുന്ന 20,000 അടുത്ത് അലോയിലുള്ള വണ്ടിയാണ്. സെൽഫ് സ്റ്റാർട്ട് ആണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. നല്ല ക്ലീൻ വണ്ടി തന്നെയാണ്. 2015 മോഡലാണ്. ക്ലാസിക് ആണ്. അതേപോലെ തന്നെ ഇതിന്റെ 2 ടയർ മോശം. 2 ടയർ പുതിയതിട്ട് നമുക്ക് 75,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 2 ടയറും മാറ്റി 2 അലോയിലിട്ട് എല്ലാം അടിപൊളി വണ്ടി നമുക്ക് വെറും 75,000 രൂപയ്ക്ക് നമുക്ക് ഈ ബുള്ളറ്റ് കൊടുക്കാം. 350 cc തന്നെയാണ് വണ്ടി. നല്ലതാണ്. സെൽഫ് സ്റ്റാർട്ടർ ഉണ്ട്. കാര്യങ്ങളെല്ലാം നീറ്റുള്ള ഈ ബുള്ളറ്റ് നമുക്ക് വെറും 75,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് അടുത്തത് 2020 മോഡൽ ക്ലാസ് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ആണ്. 2020 സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ്. പുത്തൻ ടയറാണ്. നല്ല ക്ലീൻ വണ്ടി. നല്ല ഉഗ്രം വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് 1,20,000 രൂപയ്ക്ക് 2020 മോഡൽ ബുള്ളറ്റ് വെറും 20 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. അല്ലേ? പക്ക വണ്ടിയാണോ? പക്ക വണ്ടിയാണ്. 100% നല്ല വണ്ടിയാണ്. വണ്ടി വണ്ടി എല്ലാം നല്ലതാണ്. നിങ്ങൾ വന്ന് ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എടുത്താൽ മതി. 2020 മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ആണ്. നല്ല വണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ 2018 മോഡൽ തണ്ടർബേർഡ് നല്ല കണ്ടീഷൻ വണ്ടിയാണ്. നമുക്ക് വെറും 85,000 രൂപയ്ക്ക് കൊടുക്കാം. 85,000 രൂപയ്ക്ക് നല്ല മുത്തുമണി പോലത്തെ നല്ല ക്ലീൻ ആപ്പിൾ വണ്ടി നമുക്ക് 85,000 രൂപയ്ക്ക് തണ്ടർബേർഡ് കൊടുക്കാൻ പറ്റും. ഏകദേശം നമുക്ക് ലോണും കിട്ടും. ഏകദേശം ഒരു 20 രൂപ അടച്ച് ലോൺ കിട്ടും. അടുത്ത് 2019 മോഡൽ ഉണ്ട്. ഇതാണെങ്കിൽ നമുക്ക് ഒരു 90 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടി 90,000 രൂപയ്ക്ക് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ബുള്ളറ്റ് ഷോർട്ടാണ്, കുറവാണ്. അത് നിങ്ങൾ കണക്കൂടണ്ട. നിങ്ങൾ എപ്പോഴും വിളിച്ച വണ്ടി ഉണ്ടാവും. ഞങ്ങൾ ഈ നോയമ്പ് കാലം ആയതുകൊണ്ട് മാത്രം ഒന്ന് ചുരുക്കിയേക്കനെയാണ്. നോയമ്പ് കാലം കഴിഞ്ഞാൽ ഞങ്ങൾ ഉഷാറാണ്. ഉറപ്പായിട്ടും വണ്ടികൾ ഇഷ്ടംപോലെ വണ്ടികൾ ഉണ്ടാവും. ഇപ്പോൾ വണ്ടികൾ ഇല്ലാത്തത് ഈ നോയമ്പ് കാലം ആയതുകൊണ്ട് മാത്രമാണ് ബുള്ളറ്റ് ഇല്ലാത്തത്. അതുകൊണ്ട് ക്ഷമിക്കുക. ഇതാകുമ്പോൾ 90,000 രൂപ 2019 മോഡൽ വണ്ടി തണ്ടർബേർഡ്. മറ്റേത് സെയിൽ ആയതാണ്. 2018 എല്ലാം പറഞ്ഞ് ഡെലിവറി കൊടുക്കാൻ വേണ്ടി വെച്ചേക്കണേ. ഡെലിവറി കൊടുക്കുമ്പോൾ അതുപോലെ കൊടുക്കണേ. നമുക്കിവിടെ വണ്ടി നമ്മൾ ഒരാൾക്ക് വണ്ടി ഡെലിവറി കൊടുക്കുമ്പോൾ എല്ലാ വർക്കും കഴിയത് വല്ല നീറ്റ് ആക്കിയിട്ട് മാത്രമാണ് കൊടുക്കുള്ളൂ. അതാണ് ഡെലിവറി കൊടുക്കാൻ വേണ്ടിയിട്ട് വച്ചിരിക്കുന്നതാണ്. പ്ലാറ്റിന ആണെങ്കിലും 2019 മോഡൽ വണ്ടിയാണ്. 2019 അല്ല 2022 മോഡൽ വണ്ടി വെറും 50,000 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. അതേപോലെ തന്നെ NS 200 2018 മോഡൽ വണ്ടിയാണ്. നമുക്ക് വെറും 65,000 രൂപയ്ക്ക് കൊടുക്കാം. 65,000 രൂപ. ഇതേ അടുത്ത ഹീറോയുടെ പാഷൻ പ്ലസ് ഇരിപ്പുണ്ട്. 2021 മോഡൽ വണ്ടി വെറും 50,000 രൂപയ്ക്ക് കൊടുക്കാം. 50,000. പിന്നെ ഡ്രീം യുഗ ഇരിപ്പുണ്ട്. അങ്ങനെ കുറെ വണ്ടി ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല, അതുകൊണ്ട് വ്യക്തമായിട്ട് പറയുന്നില്ല. പിന്നെ കുറച്ച് വണ്ടികളും കൂടെ കൂടി ഇരിപ്പുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും കൂടി തരാം. പിന്നെ നിങ്ങൾക്ക് വണ്ടി എടുക്കുന്നതിന് മുമ്പ് വണ്ടിക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നമ്മുടെ വർക്ക്ഷോപ്പ് മെക്കാനിക്കുകൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഹായ് എന്തെങ്കിലും പ്രശ്നം നമ്മൾ ചെക്ക് ചെയ്യാൻ വണ്ടി എടുക്കുന്നത് വണ്ടി കൊണ്ടുപോകുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കൊടുത്ത് എല്ലാം ക്ലിയർ ചെയ്ത് നന്നാക്കി ക്ലിയർ ആക്കിയിട്ട് തന്നെ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റും. മാത്രം പുറത്തു പോവാം. അതെ. വണ്ടി എല്ലാം കണ്ടീഷനും നോക്കി എന്തെങ്കിലും ടയർ പോരായ്മ ഉണ്ടെങ്കിൽ ടയർ മാറി, അതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളും വർക്ക്ഷോപ്പും ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. ഏകദേശം ഒരു 1-2 മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആക്കി കൊണ്ട് പോകാൻ പറ്റും. ഓയിൽ ചേഞ്ച് ചെയ്യാം, മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. പെരുന്നാൾ ഓഫറും കാര്യങ്ങളെല്ലാം ആണ്. അപ്പോൾ നമുക്ക് മാക്സിമം വണ്ടികളെല്ലാം നമുക്ക് ഇവിടെ മെട്രോയുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. വണ്ടികൾ കുറച്ച് സ്റ്റോക്ക് കുറച്ചേക്കുമാണ്. അപ്പോൾ മാക്സിമം സ്റ്റോക്ക് കുറയ്ക്കാനായിട്ട് മാക്സിമം റേറ്റ് ഒക്കെ കുറച്ച് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 20,000 രൂപ മുതലുണ്ടെങ്കിൽ ബുള്ളറ്റ് എടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. ബുള്ളറ്റ് 20,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ ലോണായിട്ട് എടുക്കാൻ പറ്റും. നമുക്ക് കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളം എല്ലാവർക്കും നമുക്ക് ലോണായിട്ട് കിട്ടും. ഇത് 2022 മോഡൽ വണ്ടി, 22 മോഡൽ വണ്ടിയാണ്. നമുക്കൊരു 65,000 രൂപയ്ക്ക് കൊടുക്കാം. ഷൈൻ SP ആണ്. SP 125 എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഏകദേശം ഒരു 70 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. നല്ല ടയർ കാര്യങ്ങളെല്ലാം നല്ല നീറ്റ് വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ്. നമുക്കൊരു 65,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നമുക്ക് ഏകദേശം ഒരു 10 രൂപ 12 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. 2024 ഗ്ലാമറാണ്.
നമുക്ക് നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ്, നീറ്റ് വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിൽ നല്ല പുതുപുത്തൻ വണ്ടിയാണ്. 72,000 രൂപ കൊടുക്കാം. 10 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ച് എടുക്കാൻ പറ്റും ഈ ബൈക്ക്. അതേപോലെ 10 രൂപയ്ക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ പാഷൻ പ്ലസ് പാഷനാണ് 2021 മോഡൽ പാഷനാണ്. വെറും 50,000 രൂപയ്ക്ക് കൊടുക്കാം. 50,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 50,000 രൂപ താഴെ കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടിയാണ്. 50 രൂപ താഴെ കൊടുക്കാവുന്ന വണ്ടിയാണ്. 10 രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് അടച്ച് ഈസിയായിട്ട് കൊണ്ടാം. അതേപോലെ തന്നെ 2023 മോഡൽ പാഷൻ പ്രോ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ പാഷൻ പ്രോയാണ്. പുതിയ മോഡൽ പാഷൻ പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ട് ഇറങ്ങിയ പോലെ തന്നെ വീണ്ടും അതേപോലെ തന്നെ വീണ്ടും കമ്പനി ഇറക്കിയിരിക്കുന്ന വണ്ടിയാണ് പാഷൻ പ്രോ. നല്ല ക്ലീൻ വണ്ടിയാണ്. നല്ല ക്ലീൻ വണ്ടിയാണ്. അധികം 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് ഏകദേശം 70,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 70,000 രൂപയ്ക്ക് 10 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ എടുക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ഗ്ലാമർ ഇരിക്കുന്നുണ്ട്. 2024 ഗ്ലാമർ ഇരിക്കുന്നുണ്ട്. ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു 65,000 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ഈ ബൈക്കുകൾ എടുക്കാം. ബൈക്കുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടില്ല, ഈസിയായിട്ട് ലോൺ കിട്ടും. അതുപോലെ തന്നെ സ്പ്ലെൻഡറിൻ്റെ ഇഷ്ടംപോലെ വണ്ടികൾ വന്നിട്ടുണ്ട്. 2024 സ്പ്ലെൻഡർ വന്നിട്ടുണ്ട്. ഏകദേശം നമുക്കൊരു 78,000 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ പുതുപുത്തൻ വണ്ടി, കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വീണ്ടും വന്നിട്ടുണ്ട്. ധൈര്യണോ 2022 വണ്ടി ഏകദേശം നമുക്കൊരു 62,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. നല്ല സ്പ്ലെൻഡറാണ്. 2022 65 താഴെ കൊടുക്കാം. ഇതൊക്കെ നമുക്കൊരു 10,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ച് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇത് വീണ്ടും 2024 വണ്ടി തന്നെയാണ്. ഏകദേശം നമുക്കൊരു 72,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അതേപോലെ തന്നെ ഇത് വീണ്ടും സ്പ്ലെൻഡറാണ്. 2024 വണ്ടിയാണ്. ഏകദേശം 78,000 രൂപ. 2024 വണ്ടി 78,000 രൂപ. ഇതൊക്കെ നമുക്കൊരു 10 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ബൈക്കൊക്കെ എടുക്കാൻ പറ്റും. ബൈക്കിന് പറ്റും. അതേപോലെ തന്നെ ഇത് സൂപ്പർ സ്പ്ലെൻഡർ നല്ല വണ്ടി 2023 സൂപ്പർ സ്പ്ലെൻഡറാണ്. നല്ല വണ്ടിയാണ്. 70,000 രൂപയ്ക്ക് കൊടുക്കാൻ. ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. വണ്ടി പവറാണ്. 70 രൂപ. 2019 മോഡൽ ഹോണ്ട ഷൈൻ ഉണ്ട്. വെറും 45,000 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതായിരിക്കണം ഹോണ്ട ഷൈൻ SP 2021 മോഡൽ വണ്ടിയാണ്. നമുക്ക് വെറും 55,000 രൂപ കൊടുക്കാം. 55 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. അതേപോലെ തന്നെ 2022 മോഡൽ വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 60 രൂപ താഴെ കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതും 2024 വണ്ടിയാണ്. നല്ല 24 വണ്ടിയാണ്. നമുക്ക് ഏകദേശം 70,000 രൂപ കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടി തന്നെയാണ്. എൻഡോർക്ക് 2023 എൻഡോർക്ക് ഇരിപ്പുണ്ട്. ഇനിയും എൻഡോർക്കുകൾ കുറേ വണ്ടികൾ വരാനുണ്ട്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. പുത്തൻ ടയറാണ്. വണ്ടി നല്ല നീറ്റാണ്. വണ്ടി നല്ല വണ്ടിയാണ്. അത് തന്നെ റേസ് എഡിഷനാണ് വണ്ടിയാണ്. LED ലൈറ്റ് അതേപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഈ വണ്ടിയുടെ വിലയാണെങ്കിൽ ഏകദേശം വില വരുന്നത് നമുക്കൊരു 72,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം 72,000 രൂപ കൊടുക്കാം. 10 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചെടുക്കാം. അതേപോലെ തന്നെ ഇതുവാണെങ്കിലും സെയിം തന്നെയാണ്. 72,000 രൂപ വില. 10 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചെടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ടയറൊക്കെ പുത്തന തന്നെയാണ്. അതേപോലെ തന്നെ 2021 മോഡൽ ആക്റ്റീവയാണ്. ഈ വണ്ടിയാണെങ്കിൽ 65 രൂപയാണ് വരുന്നത്. നല്ല പുത്തൻ വണ്ടിയാണ്. 2021 മോഡൽ ആക്റ്റീവ വെറും 65,000 രൂപ. അതേപോലെ തന്നെ 2019 മോഡൽ ആക്റ്റീവ് ഇരിപ്പുണ്ട്. വെറും 18 മോഡൽ ആക്റ്റീവയാണ്. 45,000 രൂപയാണ് വില. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. അതേപോലെ തന്നെ 2021 മോഡൽ ഡിയോ ഇരിക്കുന്നുണ്ട്. നല്ല വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 62,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നല്ല ക്ലീൻ ഡിയോയാണ്. അതൊക്കെ ഏകദേശം ഒരു ഡിയോയ്ക്കൊക്കെ ആണെങ്കിൽ ഒരു 10,000 മുകളിൽ 15 താഴെയുള്ള ഡൗൺ പേയ്മെൻ്റ് ആണ് ഇപ്പോൾ വേണ്ടത്. പല സമയത്തും പല രീതിയാണ്. ഫിനാൻസ് കമ്പനിക്ക് ഒരേ സമയത്ത് അതിൻ്റെ ഒരു ഇത് മാർച്ച് ആയതുകൊണ്ട് കുറച്ച് ടഫാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ മാർച്ച് മാസത്തിൽ ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കിട്ടുന്നുണ്ടായിരുന്നു. അത് പലവരുടെയും പല പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെട്ടു വരും. ഈ മാർച്ച് മാസം മാത്രം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബാങ്കുകാരെല്ലാവരും അവരുടെ ഫണ്ട് കളക്ഷൻ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ലോൺ കൊടുക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നമുക്ക് ഏകദേശം ലോൺ കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 10-12 അടച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വണ്ടികൾ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ 2023 വണ്ടിയാണ്. നല്ല പക്ക കണ്ടീഷൻ വണ്ടി. 73,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 15 രൂപ പുതുപുത്തൻ വണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ 22 വണ്ടിയാണ്. 70,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നല്ല ക്ലീൻ വണ്ടിയാണ്. അതുപോലെ തന്നെ അപ്പറിൽ 2019 42,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അലോയ് ഡിസ്ക് സാധാരണ അലോയ് വണ്ടിയാണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. 42,000 രൂപ. 2019 മോഡൽ അപ്പറിലയുടെ 160 സ്റ്റോം മോഡൽ. ലോണൊക്കെ ഏകദേശം ഒരു 30 രൂപ വരെ ലോൺ കിട്ടും. 10 രൂപ അടച്ചാൽ മതി. അടുത്ത് വരുന്നത് ഫാസിനോയാണ്. 2021 വണ്ടിയാണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. 62,000 രൂപയ്ക്ക് ഫാസിനോയുടെ നല്ല ക്ലീൻ വണ്ടി കൊടുക്കാം. 62,000 രൂപ. അതേപോലെ തന്നെ 2023 വണ്ടിയാണ്. ഫാസിനോയുടെ ഹൈബ്രിഡ് ആണ്. നല്ല ക്ലീൻ വണ്ടിയാണ്. പിന്നെ ഉറപ്പായിട്ടും കിട്ടുന്ന വണ്ടിയാണ്. സ്കൂട്ടർ ആണെങ്കിലും വണ്ടി നല്ല നീറ്റാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം 70,000 രൂപയ്ക്ക് കൊടുക്കാം. 2023 വണ്ടിയാണ് ഫാസിനോയുടെ വണ്ടി.
അതേപോലെ തന്നെ 2022 വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 68,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 10 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചെടുക്കാൻ പറ്റും. വണ്ടി 10 രൂപ പോരാ, ചിലപ്പോൾ 15 രൂപ വേണ്ടി വരാം. അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആളുടെ ഇത് കാര്യങ്ങളും ഈ സിവിൽ സ്കോറിനെയൊക്കെ ബാധിച്ചിരിക്കും, ഡിഫറൻ്റ് ആണ്. നമ്മളിപ്പോൾ 10 രൂപ എന്ന് പറഞ്ഞ് ആൾ വന്നു കഴിയുമ്പോൾ 10 രൂപയ്ക്ക് ചിലപ്പോൾ നടക്കാതെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയണത് ഏകദേശം ഒരു 15-20 വേണ്ടി വരും. ചിലപ്പോൾ നടന്നൊന്നും വരാം. ഇത് 2021 റേസ് എഡാറാണ്. വണ്ടിയുടെ വില 62,000 രൂപയാണ് വണ്ടിയുടെ വിലയുള്ളൂ. ഏകദേശം ഒരു 15 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ച് എടുക്കേണ്ടി വരും. അതേപോലെ തന്നെ 2018 മോഡൽ ഫാസിന് ഇരിപ്പുണ്ട് 40,000 രൂപ. നല്ല ക്ലീൻ വണ്ടിയാണ്, 40,000 രൂപ. അതും നമുക്ക് ലോൺ കിട്ടും. നമുക്ക് ഈ IDFC ബാങ്ക് മാത്രമല്ല, വേറെയും ബാങ്കുകളുണ്ട്. വേറെ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സുപ്ര ഫിനാൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഹിന്ദുജ ഫിനാൻസ് ഉണ്ട്, മലങ്കര ഫിനാൻസ് ഉണ്ട്, ടർബോ ഫിനാൻസ് ഉണ്ട്. അങ്ങനെ പല ഫിനാൻസുകളും നമ്മുടെ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് സിവിൽ സ്കോർ ഇല്ലാത്തവരാണെങ്കിൽ മാത്രമാണ് നമ്മൾ അങ്ങോട്ടൊക്കെ റെഫർ ചെയ്യാറുള്ളൂ. സിവിൽ സ്കോറുള്ളതാണെങ്കിൽ നമുക്ക് IDFC ബാങ്കിൻ്റെ തന്നെ ലോൺ ചെയ്യാം. IDFC ബാങ്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം സിവിൽ സ്കോറുള്ള ഒരാളായിട്ട് വന്നാൽ നമുക്ക് കറക്റ്റായിരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യാൻ എളുപ്പമായിരിക്കും. വീണ്ടും 2018-19 മോഡൽ ഫസീനയാണ് 42,000 രൂപ. അതേപോലെ തന്നെ TVSൻ്റെ ജുപ്പിറ്റർ ഇരിക്കുന്നുണ്ട് 2016 മോഡൽ ജുപ്പിറ്ററാണ്. വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ്, നല്ല മെക്കാനിക്കൽ പരമായിട്ട് നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിൽ വെറും 28,000 രൂപയ്ക്ക് 2016 മോഡൽ ജുപ്പിറ്റർ കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടിയാണ്. അതേപോലെ തന്നെ ഏവിയേറ്റർ 2017 മോഡൽ ഏവിയേറ്ററാണ്. നമുക്കൊരു 28,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. 28,000 രൂപയ്ക്ക് കൊടുക്കാം. നമ്മുടെ ഇവിടെ പാർക്ക് ആൻഡ് സെയിലും കൂടിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ വണ്ടികൾ ഓരോ വണ്ടി വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി വന്ന് വിൽക്കാനുള്ള സൗകര്യമുണ്ട്. നിങ്ങളുടെ വണ്ടി വിൽക്കാൻ നമ്മൾ വില കൊണ്ട് ചോദിച്ചില്ലെങ്കിൽ നമുക്കിവിടെ തന്നെ വെച്ചിട്ട് പാർക്ക് ആൻഡ് സെയിൽ ചെയ്യാം. നിങ്ങളുടെ വണ്ടി ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ വെച്ച് മറച്ച് വിൽക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ അതുകൂടാതെ നിങ്ങളുടെ വണ്ടി എക്സ്ചേഞ്ച് ചെയ്ത്, നിങ്ങളുടെ കയ്യിലൊരു വണ്ടി ഉണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള വണ്ടി എക്സ്ചേഞ്ച് ചെയ്ത് വേറെ വണ്ടി എടുക്കാൻ പറ്റും. അങ്ങനത്തെ സൗകര്യങ്ങളെല്ലാം നമ്മുടെ അടുത്തുണ്ട്. പിന്നെ നിങ്ങൾക്ക് ലോൺ ആവശ്യമുള്ളവർക്ക് ലോൺ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ പിന്നെ കുറച്ച് വണ്ടി നമ്മുടെ കയ്യിലൊരു വണ്ടി ഉണ്ട്, ആ വണ്ടിക്ക് ഒരു ലോൺ ഉണ്ട്. ഏകദേശം ഈ വണ്ടിക്ക് ഒരു 40,000 രൂപ ലോൺ ഉണ്ട്. 40,000 രൂപ ലോണുള്ള വണ്ടിയാണെങ്കിൽ ആ ലോൺ അടയ്ക്കാനുള്ള പൈസ നമ്മൾ തരും. ബാക്കിയുള്ള 20,000 രൂപയ്ക്ക് അടുത്ത വണ്ടി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ പല സൗകര്യങ്ങളും നമുക്ക് ഇവിടെ നിന്നുണ്ട്. ഈ 220 2023 വണ്ടിയാണ്. 2023 220 നല്ല വണ്ടിയാണ്. നമുക്ക് 1,10,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അതേപോലെ NS ഇരിക്കുന്നുണ്ട്. NS നമുക്ക് 2023 വണ്ടി തന്നെയാണ്. ഇതും നമുക്കൊരു ഫ്യൂൽ ഇഞ്ചക്ഷൻ മോഡൽ വണ്ടിയാണ്, ഏറ്റവും കൂടിയ മോഡലാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം 1,10,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ NS 125 ഇരിപ്പുണ്ട്. 2022 വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 85,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇതൊക്കെ നമുക്കൊരു 20 അടച്ചു കഴിഞ്ഞാൽ ലോൺ കിട്ടും. 20 അടച്ചാൽ മതി, നമുക്ക് കിട്ടും. പിന്നെ NS 2019 മോഡൽ NS ഇരിക്കുന്നുണ്ട്. ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 75,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതൊരു NS 160 ഇരിക്കുന്നുണ്ട്. 2019 മോഡൽ ഒരു 55,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അതേപോലെ തന്നെ NS 160 വീണ്ടും NS 2019 മോഡലാണ്. നമുക്കൊരു 55,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. MT ഇരിക്കുന്നുണ്ട്. MT 2022 വണ്ടിയാണ്. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. നമുക്ക് ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം 1,25,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം 1,20,000 കൊടുക്കാം. 1,20,000 2022 വണ്ടി കൊടുക്കാം. ഏകദേശം നമുക്കൊരു 25 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടച്ച് ഈസിയായിട്ട് എടുക്കാൻ പറ്റും. അടുത്ത് 220 ആണ്. 2019 മോഡൽ 220 75,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ. വണ്ടി നല്ല വണ്ടിയാണ്. 75,000 രൂപയ്ക്ക് ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ജിക്സർ 2022 മോഡൽ ജിക്സറാണ്. നമുക്ക് വെറും 68,000 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ നമുക്ക് ഈ ജിക്സർ എടുക്കാൻ പറ്റും. അടുത്ത് 2024 മോഡൽ ജിക്സറാണ്. ഈ വണ്ടിയാണെങ്കിൽ നല്ല ക്ലീൻ വണ്ടിയാണ്. കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏകദേശം നമുക്കൊരു 85,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 2024 ജിക്സർ 85,000 രൂപ. 50 പൾസർ 150 ആണ്. 2019 വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. നമുക്കൊരു 45,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മളൊരു കാര്യമുണ്ട്, ഞാൻ ഈ വീഡിയോയിൽ എടുത്തിരിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് മാത്രം പറഞ്ഞിരിക്കുന്ന വിലയാണ്. അത് എബിയുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിട്ടുള്ള വിലയാണ്. എബിയുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രമുള്ള വിലയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ പറയുന്ന വില വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, വ്യത്യാസം ഉണ്ട്, ഉറപ്പായിട്ടും വ്യത്യാസം ഉണ്ടെന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ എബി വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്ക് ഓഫർ ഉള്ളത്. അപ്പോൾ എന്താണെന്ന് പറയാൻ നിങ്ങൾ പറയണം, ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന റേറ്റ് ഇതാണ്, ആ വീഡിയോയിലുള്ള വിലയ്ക്കാണ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിലയ്ക്ക് കിട്ടും. നിങ്ങളിവിടെ പറയുന്ന വില നോക്കണ്ട. കാരണം നമ്മൾ ഈ ഓഫറിൽ പറയുന്നതാണ്, വീഡിയോ കാണുന്നവർക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്, അത് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രം പറയുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ കാര്യങ്ങളെല്ലാം ഏകദേശം പറഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണാറുണ്ട്. അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഈ വണ്ടികളുടെ എല്ലാം ഒരു വണ്ടിയേ ഉള്ളൂ.
ഈ ഒരു വണ്ടിക്ക് പലരും വിളിക്കും, അപ്പോൾ നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ വണ്ടി സെയിലായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ അത് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരു വണ്ടി ബുള്ളറ്റാണ് വേണ്ടത്, ഈ ബുള്ളറ്റും എല്ലാവർക്കും വേണം, എല്ലാവരും കാണും. പക്ഷെ അതിൻ്റെ കയ്യിൽ ഒരെണ്ണല്ലേ ഉള്ളൂ. ആരെങ്കിലും ഒരാളൊന്ന് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ സെയിലായി തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീടൊക്കെ 10 ലക്ഷമൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. അതെ, അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് അടുത്ത വണ്ടികൾ വരും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ എനിക്ക് ഡയറക്റ്റ് എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. നമുക്ക് ലോൺ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ലോണോ എല്ലാം നിങ്ങളുടെ വണ്ടി നിങ്ങൾക്ക് തരുമ്പോൾ അതിൻ്റെ പേരൊക്കെ എല്ലാം നിങ്ങളുടെ പേരിലോട്ട് മാറി അതിന് ഫൈനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം നിങ്ങളുടെ പേരിലേക്ക് മാറ്റിയിട്ട് തന്നെയാണ് തരുന്നത്. അതിന് വേറെ അഡീഷണൽ ഒരു പൈസ ഞാൻ ഈ പറഞ്ഞ വിലയിൽ നിന്ന് 1 രൂപ നിങ്ങളുടെ അടുത്ത് കൂടുതൽ വാങ്ങില്ല. ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ ലോൺ എടുക്കുന്നതിൻ്റെ ഇൻട്രസ്റ്റ് അത് വേറെ ബാങ്കിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റാണ്, ഞാനായിട്ട് വാങ്ങിക്കുന്നതല്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ എന്തെങ്കിലും പോരായ്മകളോ തെറ്റുകുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം വെച്ചാൽ നമ്മൾ വണ്ടിയുടെ കാര്യങ്ങളാണ്. അത് പോരായ്മകളുണ്ടാവാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാവാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരും വരിക, നമ്മുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വളരെ നന്ദി, നമസ്കാരം.